ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അർച്ചന പുറത്ത് അടുപ്പ് കൂട്ടി ചിന്നുവിന് കഞ്ഞി വെക്കാനായി പോവുകയാണ്. ആര്യയും കൂടെയുണ്ട്. അത് കണ്ട് ദേഷ്യം വന്ന് ചന്ദ്ര വന്ന് ആര്യ ചീത്ത പറയുന്നുണ്ട്. മര്യാദയ്ക്ക് അകത്തേക്ക് കയറി പോടി എന്ന് പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അപ്പൊ എങ്ങനെയാ ഈ അടുപ്പിന്റെ വാടക കൂടി ഞാൻ തരണ്ടേ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നുണ്ട്. അതിനുശേഷം ആര്യ, എന്താണ് ആന്റി ഈ വാടകയുടെ കാര്യമെന്ന് ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ ചിരിച്ചുകൊണ്ട് ആര്യോട് പറയുന്നുണ്ട്, അത് വലിയൊരു കഥയാണ്, നമുക്ക് എന്തായാലും ഇപ്പൊ അത് പറയണ്ട, കഞ്ഞി വെക്കാമെന്ന് പറയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട്, എങ്കിൽ ശരി ആന്റി, നമുക്ക് കഞ്ഞി വെക്കാം. ഞാൻ എന്താണ് ആന്റിക്ക് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്തു തരണ്ട, കാഴ്ചക്കാരിയായി നിന്നാ മതി എന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, അത് പറ്റില്ല, ഞാൻ ആന്റിക്ക് സഹായിക്കാം, ഞാൻ വിറകെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ആര്യ വിറകെടുക്കാനായി പോവുകയാണ്. അപ്പോഴത്തേക്കും അർച്ചന അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ആര്യ വിറകെടുത്ത് കൊണ്ടുവന്ന് ആര്യയും അർച്ചനയും കൂടി അടുപ്പ് കത്തിച്ച് കഞ്ഞി വെക്കാനായി പോവുകയാണ്. അരി വെള്ളത്തിലിടുന്നതും ആര്യ പറയുന്നുണ്ട്, ആന്റി ഞാൻ ഇടാമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചിടുകയാണ്. പുക വരുന്നതും അർച്ചന ആര്യോട് മാറി നിൽക്കാനായി പറയാണ്. പുക കൊള്ളണ്ട, നിന്റെ അമ്മ എങ്ങാനും വന്നാൽ കണ്ട് ചീത്ത പറയുമെന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, അതൊന്നും ഇല്ല ആന്റി, അമ്മ ഇങ്ങോട്ടേക്ക് വരില്ല, അമ്മയ്ക്ക് പുക കൊണ്ടാൽ അലർജി വരും, പിന്നെ തുമ്മലും ജലദോഷമായിരിക്കുമെന്ന് പറയുമ്പോൾ അർച്ചന അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടോ, ഓ അങ്ങനെയാണല്ലേ, അപ്പോൾ ചന്ദ്രയ്ക്ക് ഒരു പണി കൊടുക്കാമെന്ന് അർച്ചന അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം അകത്തുപോയി ചന്ദ്രയാണെങ്കിൽ മഞ്ജുവിനോട് ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. അർച്ചനയുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മഞ്ജുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവൾ അവളുടെ മകൾക്ക് വേണ്ടി അടുപ്പ് കൂട്ടി കഞ്ഞി വെക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇങ്ങനെയും പണി കൊടുക്കാമെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, അർച്ചനയുടെ വിചാരം കണ്ടാൽ ഇത് അവളുടെ സ്വന്തം വീടാണെന്ന് തോന്നുമെന്ന് പറയുമ്പോൾ മഞ്ജു ചന്ദ്രയെ കളിയാക്കുന്നുണ്ട്. അതിപ്പോ എത്രയൊക്കെ ആയാലും ഭർത്താവിന്റെ വീടല്ലേ ചന്ദ്രകാന്തം, എന്തെങ്കിലും പഴയ ഓർമ്മകൾ അർച്ചന വക്കീലിനുണ്ടായി കാണും എന്നങ്ങനെ മഞ്ജു പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, മഞ്ജു മതി, വേണ്ടാട്ടോ, മതി നിർത്ത് എന്ന് പറയാണ്. മഞ്ജു അപ്പൊ ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോ അർച്ചനേച്ചി എന്ത് ചെയ്യുന്നു എന്ന്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, പുറത്ത് അടുപ്പ് കൂട്ടി കഞ്ഞി വെക്കുകയാണ്, അവളെ ഞാനിന്ന് പുകച്ച് പുറത്ത് ചാടിക്കും മഞ്ജു, എനിക്കാണെങ്കിൽ പുക കൊണ്ടാൽ അലർജിയും തുമ്മലും വരും എന്നെല്ലാം ചന്ദ്ര അങ്ങനെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അർച്ചനയാണെങ്കിൽ ചന്ദ്ര ഫോണിൽ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഒരു പണി കൊടുക്കാനായി അർച്ചന ആര്യ അവിടെ നിന്ന് മാറ്റിയാണ്. ആര്യ, നീ ചിന്നു എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് പോയി നോക്കിയിട്ട് വായോ എന്ന് പറയാണ്. ആര്യ അങ്ങനെ അകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നൊരു കാർഡ്ബോർഡ് കഷ്ണം എടുത്ത് ചന്ദ്ര നിൽക്കുന്ന ഭാഗത്തേക്ക് അർച്ചന അങ്ങനെ പുക വീശിയാണ്. ആ പുക കൊള്ളുന്നതും ചന്ദ്രയ്ക്ക് തുമ്മലും ജലദോഷം വരികയാണ്. ദേഷ്യം വന്ന് ചന്ദ്ര അങ്ങനെ മഞ്ജുവിനോട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് വന്ന് അർച്ചനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അർച്ചനെ, എന്താ ഇത്, നീ എന്തിനാണ് ഇങ്ങനെ പുകയ്ക്കുന്നത് എന്നൊക്കെ ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, അടുപ്പ് കത്തിക്കുമ്പോൾ പുക വരില്ലേ, ഗ്യാസ് ഇല്ലെന്ന് പറഞ്ഞ് കഞ്ഞി വെക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്നെ കൊല്ലുവോ, എന്തൊരു പുകയാണിതെന്ന് പറഞ്ഞ് തുമ്മലും ജലദോഷവുമായി ചന്ദ്ര അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ഇതെല്ലാം കണ്ടങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം JK ആണെങ്കിൽ രാത്രി ഇത്ര നേരമായിട്ടും വീട്ടിലേക്ക് വന്നിട്ടില്ല. അതിന്റെ ആദിയിലാണ് സുമിത്ര ടീച്ചർ. JK ആണെങ്കിൽ ഫോണും വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഫോണിൽ പാട്ടും കേട്ടുകൊണ്ട് മധുബാല വരുന്നത്. സുമിത്ര ടീച്ചർ എന്നിട്ട് മധുബാലയോട്, JK നീ എങ്ങാനും ഈ ഇടയ്ക്ക് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഞാൻ വിളിച്ചില്ല, ഞാൻ എന്തിനു വിളിക്കണം, ഞാൻ പറഞ്ഞോ JKയോട് ഇറങ്ങി പോവാൻ, ഇപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്, ഞാൻ വന്നത് കുഴപ്പമായി എന്നാണോ, അങ്ങനെ നമ്മുടെ മനസ്സിലിരിപ്പൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് വരട്ടെ എന്ന് മധുബാല പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, ഇതേ മനസ്സിൽ കാണാത്തതൊന്നും നീ പറയരുത്, നീ വന്നിട്ടാണോ അവൻ പോയതെന്ന് ഞാൻ പറഞ്ഞോ എന്നങ്ങനെ ടീച്ചർ പറയാണ്. മധുബാലയാണെങ്കിൽ ടീച്ചർക്ക് തക്ക മറുപടി കൊടുത്തുകൊണ്ട് വിട്ടുകൊടുക്കാതെ സംസാരിക്കുകയാണ്. നിങ്ങളുടെ മകനോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാനായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ മനസ്സിൽ ഒന്നും കണ്ടിട്ടോ ഒരു അജണ്ട വെച്ചിട്ടോ അല്ല ഇങ്ങോട്ടേക്ക് വന്നത്, സന്തോഷത്തോടെ ജീവിക്കാനാണ്. അയാൾക്കിപ്പോ രാത്രിയും പകലും വിളിച്ച് സംസാരിക്കാനെല്ലാം ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ, ഞാൻ മറ്റുള്ളവരെ കൊണ്ട് ഇതുവരെ ഒരു ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല, പക്ഷെ അമ്മയുടെ മകൻ അങ്ങനെയല്ല, മറ്റൊരു പെണ്ണിന്റെ ഭർത്താവ് അയാളെ പിടിച്ചു നിർത്തി ഷർട്ടിന് കുത്തിപ്പിടിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, വിജയ് ശങ്കറും അർച്ചനയും എന്ന് മധുബാല പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, വിജയ് ശങ്കറും അർച്ചനയും വേർപിരിഞ്ഞവരാണ്, പിന്നെ ജയനും അർച്ചനയും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ മധുബാലയോട് ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്, പിന്നെന്തിനാണ് ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, അപ്പൊ വിജയ് ശങ്കർ എന്തിനാണ് അവരെ
സംശയിക്കുന്നത്. വിജയ് ശങ്കറും അർച്ചനയും ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരല്ല. പക്ഷേ മനുഷ്യന്റെ മകളുടെ അമ്മയാണ് അർച്ചന. അർച്ചന വഴിവിട്ടു പോകുന്നു എന്നറിഞ്ഞാൽ വിജയ് ശങ്കറിന് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ഇത്രയും കാലം ഒഴിഞ്ഞു മാറി നിന്നപ്പോൾ ജെക്ക് ഇവിടെ ആഘോഷിക്കുകയായിരുന്നു. സഹതാപവും അതിനു പുറമെ പ്രസിദ്ധനായ സാഹിത്യകാരൻ എന്ന ഇമേജും എല്ലാം അയാൾ ആസ്വദിച്ചു നടന്നപ്പോൾ ഞാൻ ജെക്കെ മാത്രം ആലോചിച്ച് കഴിയായിരുന്നു എന്ന് മധുബാല പറയുമ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, അത് സ്നേഹം കാരണമല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അവൻ സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല, ആ വാശിയാണ് നിനക്ക്. ലക്ഷ്യം വെച്ചാണ് മധുബാലയുടെ ഈ രണ്ടാം വരവ്. വെല്ലുവിളിച്ച് നടക്കുന്നവർക്ക് അതെല്ലാം ഒരു രസമായിരിക്കും. പക്ഷേ ഒരു പെറ്റമ്മയുടെ മനസ്സ് നേറുന്നുണ്ടെന്നോ ഓർക്കുന്നത് നല്ലതാണ്. നേരം ഇത്രയുമായി അവൻ ഇറങ്ങിപ്പോയിട്ട് എന്തായി എന്നോ ഒരു വിവരവുമില്ല. നിനക്ക് അതിനെക്കുറിച്ച് വല്ല ആലോചനയുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ പാട്ടും കേട്ട് നടക്കുവോ എന്ന് ടീച്ചർ സങ്കടം പറയുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ജെക്ക് അങ്ങനെ ഇറങ്ങിപ്പോവാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലല്ലോ, ഒരു സാഹിത്യകാരനല്ലേ. ഭാര്യ റൂമിലേക്ക് വന്നതിന് ദേഷ്യം വന്ന് ഇറങ്ങിപ്പോവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ജെക്ക് എന്തായാലും പോയതുപോലെ മടങ്ങി വരും. അതിനെ കുറിച്ച് ആലോചിച്ച് അമ്മ ടെൻഷൻ അടിക്കണ്ട. അല്ല, എന്നെ പ്രതിക്കൂട്ടിലാക്കാനാണ് അമ്മയുടെ ഭാവമെങ്കിൽ അതുമാവാമെന്ന് പറഞ്ഞ് മധുബാല അങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. സുമിത്ര ടീച്ചർ ആണെങ്കിൽ സങ്കടത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം അർച്ചനയും ചിന്നുവും ആര്യയും തമ്മിൽ റൂമിൽ അങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അർച്ചന ആര്യയോട് പഠിത്തമൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, എനിക്കൊരു മൂഡ് വരുമ്പോഴേ ഞാൻ പഠിക്കൂ, അതപ്പോ വെറുതെ ബുക്കും കൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ പഠിക്കുന്ന ഒരു രീതി അച്ഛനറിയാം. പക്ഷേ ഞാൻ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അമ്മ എന്നെ വഴക്കു പറയും. 24 മണിക്കൂറും ഞാൻ ബുക്ക് കൊണ്ട് ഇരുന്നാൽ വീട്ടിലെ ജോലിയൊന്നും ചെയ്യണ്ടേ എന്ന് അമ്മ ചോദിക്കും. അമ്മയുടെ അടുത്ത് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോ അമ്മയുടെ അടുത്ത് ഒരു മയത്തിലാണ് നിൽക്കുന്നത് എന്നങ്ങനെ ആര്യ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ കൊള്ളാലോ മോളെ എന്ന്. പിന്നൊപ്പം പറയുന്നുണ്ട്, ഇതൊന്നല്ല അമ്മേ, ആര്യയോട് സംസാരിക്കാനിരുന്നാൽ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയാണ്. ആര്യപ്പ പറയുന്നുണ്ട്, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ആന്റി, എനിക്ക് അമ്പാട്ടിലേക്ക് വരണം. വന്നിട്ട് വെറുതെ തിരിച്ചു പോരാനല്ല, കുറെ ദിവസം അവിടെ താമസിക്കണം. ഇവിടത്തെ പോലെ ടൗൺ അല്ലല്ലോ അവിടെ. ഇഷ്ടം പോലെ മരങ്ങളും ചെടികളും കാറ്റും നല്ല രസമായിരിക്കില്ലേ എന്നൊക്കെ അങ്ങനെ ആര്യ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരികയാണ്. ചന്ദ്ര എന്നിട്ട് ആര്യയോട് പറയുന്നുണ്ട്, റൂമിൽ നോക്കി അവിടെ നിന്നെ ഞാൻ കണ്ടില്ല, നിനക്കെന്താ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, കിടക്കൊന്നും വേണ്ടേ, പോയി കിടന്ന് ഉറങ്ങുക എന്ന് പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഞാൻ ഇന്ന് ഈ റൂമിലാണ് ഉറങ്ങുന്നതെന്ന്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, 3 പേരും കൂടി ഒരു കട്ടിലോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അതിനെന്താ ചന്ദ്രേ, മോൾ ഇവിടെ കിടന്നോട്ടെ എന്ന് പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ ചോദിച്ചില്ല. ആര്യെ, മര്യാദയ്ക്ക് നീ നിന്റെ റൂമിൽ പോയി കിടക്ക്, എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ മര്യാദയ്ക്ക് പറയുന്നത് കേൾക്ക് എന്നും പറഞ്ഞ് ചന്ദ്ര ആര്യയ്ക്ക് ഒരു അടി വെച്ചു കൊടുക്കുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, ചന്ദ്രേ, എന്തിനാ നീ മോളെ വെറുതെ തല്ലുന്നത്, അവളിവിടെ കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അർച്ചനെ, എനിക്ക് നിന്റെ അഭിപ്രായം കേൾക്കണ്ട എന്നങ്ങനെ പറയാണ്. ആര്യ അപ്പോ ബെഡിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇനിയിപ്പോ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് ഈ റൂമിലാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അവളുടെ ഒരു ആഗ്രഹമല്ലേ ആന്റി, അവള് കിടന്നോട്ടെ എന്ന് പറയുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്, എന്റെ കുടുംബ കലക്കാനാണോ നീയൊക്കെ ഇവിടെ വന്നത്, സമാധാനമായി കഴിഞ്ഞ വീടാണിത്, അടിച്ചു പുറത്താക്കാൻ അറിയാഞ്ഞിട്ടല്ല എന്ന് ചന്ദ്ര പറയുമ്പോൾ ആര്യ ബെഡിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, ഒന്ന് മതിയാക്ക അമ്മേ, ഞാനിവിടെ കിടക്കുന്നതല്ലേ അമ്മയ്ക്ക് പ്രശ്നം, ഞാൻ അപ്പുറത്തെ റൂമിൽ തന്നെ കിടന്നോളാം, സമാധാനമായി ഉറങ്ങുന്നവരെങ്കിലും ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ആര്യ അർച്ചനയോടും ചിന്നുവിനോടും പറഞ്ഞ് അപ്പുറത്തെ റൂമിലേക്ക് പോവുകയാണ്. ആര്യയുടെ പിന്നാലെ ചന്ദ്രയും പോകുന്നുണ്ട്. പിന്നീട് ജെക്കെ കാണാത്തതിന്റെ വിഷമത്തിൽ സുമിത്ര ടീച്ചർ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് പാപ്പച്ചൻ ജെക്കെയും കൊണ്ട് വരുന്നത്. മദ്യപിച്ച് വരുന്ന ജെക്കെ കണ്ട് സുമിത്ര ടീച്ചർക്ക് സങ്കടാവുകയാണ്. പാപ്പച്ചനപ്പോ ടീച്ചറോട് പറയുന്നുണ്ട്, ഞാൻ ബൈക്കിൽ പോകുന്ന വഴി സാറിനെ കണ്ടതാണ്, അങ്ങനെ റോഡിൽ ഈ അവസ്ഥയിൽ സാറിനെ അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ സുമിത്ര ടീച്ചർ പറയുന്നുണ്ട്, അതേതായാലും നന്നായി പാപ്പച്ച, ഇവനെ ഇവിടെ എത്തിച്ചതില് നന്ദിയുണ്ട്. ജയ, ഇത് എന്തൊക്കെയാണ് നിന്റെ കോലം, ഇതൊന്ന് നിർത്തിയെന്ന് വിചാരിച്ച് ഞാൻ സമാധാനിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ടീച്ചർ അങ്ങനെ കരയുമ്പോൾ ജെക്കെ പറയുന്നുണ്ട്, അമ്മേ, ഇതൊക്കെ ഒരു സാഹിത്യകാരന്റെ ജീവിതത്തിൽ ഉണ്ടാവും, അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട എന്നങ്ങനെ പറയാണ്. പാപ്പച്ചനപ്പോ ശരി ടീച്ചറെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. ജെക്കെയും മദ്യപിച്ച് ലക്ക് കേട്ട് റൂമിലേക്ക് പോവുകയാണ്. ഇതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് മധുബാല വരികയാണ്. ടീച്ചർ അപ്പം മധുബാലയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ഒരു തുള്ളി പോലും കുടിക്കാതിരുന്നവനാണ്, ഇപ്പതാ കണ്ടില്ലേ കോലം, നീ കാരണമാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ മധുബാല തിരിച്ചു ദേഷ്യപ്പെടുന്നുണ്ട്, എക്കോട് ഞാൻ പോയി കുടിക്കാൻ പറഞ്ഞില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാനും പറഞ്ഞില്ല, ഇത് പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്, എന്നിട്ടിപ്പോ ആനന്ദ ലഹരിയിൽ വന്നിരിക്കുന്നു, കാഴ്ച കണ്ടാൽ അമ്മ സന്തോഷിക്കില്ലെന്ന് ജെക്കെക്ക് നന്നായി അറിയാം, നമ്മ അത്താഴ പട്ടിണി കിടക്കുമെന്നും അറിയാം, ഇതൊന്നും ജെക്കെക്ക് പ്രശ്നമല്ല, എന്നെ തോൽപ്പിക്കണം, അതാണ് ജെക്കയുടെ ആവശ്യം, പക്ഷേ ഇതൊന്നും കണ്ടിട്ട്
ഞാൻ തിരിച്ചു പോകുമെന്ന് ജയ്ക്ക് വിചാരിക്കണ്ട, നിന്നെ ഇവിടെ തന്നെ കഴിയുമെന്ന് പറഞ്ഞ് മധുബാല അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെ ചന്ദ്ര അങ്ങനെ കെറ്റിലിൽ ചായ വെച്ച് കുടിക്കുകയാണ്. ഗ്യാസ് ഇല്ലെന്ന് അർച്ചനയോട് പറയും ചെയ്തു. ഇങ്ങനെ കറണ്ട് ചെലവാക്കിയാൽ കറണ്ട് ബില്ല് കൂടും. ഇപ്പൊ ഗ്യാസ് വരാൻ എന്തായാലും 10-15 ദിവസം എടുക്കും. ഇത് വല്ലാത്ത പണിയായി പോയി. പുറത്തുനിന്ന് ഫുഡ് വാങ്ങുകയാണെങ്കിൽ ഞാൻ തന്നെ ക്യാഷ് ചെലവാക്കണം. ഇനിയിപ്പോ 2 ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നാലോ? അയ്യോ, അത് ശരിയാവത്തില്ല. അച്ഛന ആ സമയം കൊണ്ട് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ ആവും. ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. ചായയും കാപ്പിയും ഒക്കെ എന്താ കെറ്റിലാണോ ഉണ്ടാക്കുന്നത്? നീ എന്തിനാണ് ഇത്രയും ടെൻഷൻ ആവുന്നത്? ഗ്യാസുള്ള സിലിണ്ടർ അല്ലേ ഈ ഇരിക്കുന്നത്? ഇത് കണക്ട് ചെയ്താ പോരെ? ഇരിക്കുന്ന സിലിണ്ടർ കാലിയാണ്, പക്ഷെ നീ ഇന്നലെ മാറ്റിവെച്ച സിലിണ്ടർ കാലിയല്ല. ഇതില് ഗ്യാസ് ഉണ്ട്, അതെനിക്ക് ഇന്നലെ മനസ്സിലായതാണ്. ഇത് തിരിച്ചറിയാൻ ദിവ്യ ദൃഷ്ടിയൊന്നും വേണ്ട. ഒരു നനഞ്ഞ തുണിയെടുത്ത് തുടച്ചാൽ നനവുള്ള ഭാഗമാണെങ്കിൽ അതിൽ ഗ്യാസ് ഉണ്ടാവും, അല്ല ഉണങ്ങിയ ഭാഗത്താണെങ്കിൽ അത്രയും ഗ്യാസ് തീർന്നിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഇത്രയും ഭാഗത്ത് ഗ്യാസ് ഉണ്ട്. നീ ഇന്നലെ അറിഞ്ഞുകൊണ്ട് എനിക്കൊരു പണി തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എന്തിനാ പുറത്ത് വിറകടുപ്പ് കൂട്ടിയതെന്ന് നിനക്കറിയണ്ടേ? എന്നെ പുകയ്ക്കാൻ നോക്കിയ നിന്നെ ഒന്ന് പുകയ്ക്കാമെന്ന് കരുതി. ഇന്ന് പുഴുങ്ങാതെ ഗ്യാസ് കണക്ട് ചെയ്ത് വല്ലതും ഉണ്ടാക്കാൻ നോക്കടി കുരുട്ടു ബുദ്ധി എന്നും പറഞ്ഞ് അർച്ചന അടുക്കളയിൽ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രകാന്തത്തിലേക്ക് കേസുമായി ഒരാൾ വരുന്നുണ്ട്. ആര്യ പോയി ആരാണെന്ന് ചോദിക്കുമ്പോ എനിക്ക് വക്കീലിനൊന്ന് കാണണമെന്ന് പറയാണ്. ആര്യ അപ്പൊ തന്നെ വിജയ് ശങ്കറിനെ വിളിച്ചു വിടുന്നുണ്ട്. ആര്യ എന്നിട്ട് അകത്തേക്ക് പോവുകയാണ്. വിജയ് ശങ്കർ എന്നിട്ട് അയാളോട് ഇരിക്കലായി പറയാണ്. എന്താണ് പേര്, കേസ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ അയാൾ അങ്ങനെ വസ്തു തർക്കമാണ് എന്നെല്ലാം അങ്ങനെ പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അങ്ങനെ വസ്തുവിന്റെ കേസൊന്നും ഞാൻ എടുക്കാറില്ല എന്ന് പറയുമ്പോ അയാൾ പറയുന്നുണ്ട്, അതിനെ സാറ് കേസ് ഏറ്റെടുക്കണമെന്ന് ആര് പറഞ്ഞു? ഞാൻ കാണാൻ വന്നത് അർച്ചന വക്കീലിനെയാണെന്ന്. അയാൾ അങ്ങനെ പറയുമ്പോ ഇത് കേട്ട് വിജയ് ശങ്കറിന് ദേഷ്യം വരികയാണ്. എഴുന്നേൽക്കടോ അവിടെന്ന്, രാവിലെ തന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അപമാനിക്കുന്നു. ഇത് എന്റെ വീടാണ്, അർച്ചന വക്കീലിന്റെ ഓഫീസല്ല എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയാണ്. ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. എന്താണ് ഇവിടെ പ്രശ്നമെന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ അർച്ചന വക്കീലിനെ കാണാൻ വന്നപ്പോ ഇയാൾ എന്നോട് ദേഷ്യപ്പെടുകയാണെന്ന് പറയാണ്. ജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അർച്ചനെ നിന്റെ കക്ഷികൾക്ക് കയറി വരാനുള്ള സ്ഥലമല്ല ഇത്. എന്റെ കക്ഷികളെ സ്വീകരിക്കാനും സൽക്കരിക്കാനൊന്നും ഇവിടെ പറ്റില്ല. ഞാനൊന്ന് ഇറങ്ങി പോടോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, വിജയ് ശങ്കർ എന്റെ കക്ഷികളെ ഇവിടെ വന്ന് അപമാനിക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെ അർച്ചന പറയുമ്പോ ആ കക്ഷി പറയുന്നുണ്ട്, പ്രശ്നമാക്കണ്ട അർച്ചന വക്കീലെ, നിങ്ങളെ ഓഫീസിൽ വന്ന് കാണാമെന്ന് പറഞ്ഞ് ആ കക്ഷി അവിടെ നിന്നും പോകുന്നുണ്ട്. അർച്ചന എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കൂ. പാല് നിവരുന്നില്ലെന്ന് പോട്ടെ, പക്ഷെ ആ കുഴലും വളഞ്ഞു പോവും. ഇഷ്ടം തന്നെ എന്ന് പറഞ്ഞ് അർച്ചനയും ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് ടീച്ചറാണെങ്കിൽ ജേക്കയോട് പോയി സംസാരിക്കുകയാണ്. മോനെ, ഞാൻ നിന്നോട് വഴക്ക് പറയല്ല, അല്ലെ നീ വീണ്ടും പോയി കുടിച്ചു. ഇതെനിക്ക് വല്ലാത്ത മനപ്രയാസമായി പോയി. ഇങ്ങനെ കുടിച്ചു നിൽക്കുന്ന കാഴ്ച ഒരമ്മയ്ക്കും സഹിക്കില്ല. ഒരേ സ്വഭാവത്തിലേക്ക് നീ ഇനിയും തിരിച്ചു പോകുമോ എന്ന് അമ്മയ്ക്ക് പേടിയുണ്ട് ജയ എന്നൊക്കെ പറഞ്ഞ് സുമിത്ര ടീച്ചർ അങ്ങനെ കരയാണ്. ജയക്കയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിസ്സഹായനെ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.